40 വയസ്സിന് മുകളിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്രമം തെറ്റിയുള്ള ബ്ലീഡിങ്ങും അമിത രക്തസ്രാവവുമെല്ലാം ആർത്തവ വിരാമത്തിനോടനുബന്ധിച്ചുള്ള ഹോർമോൺ വ്യതിയാനങ്ങളാണെന്ന് കരുതി തള്ളിക്കളയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ശ്രദ്ധിക്കുക, ഇത് പല രോഗങ്ങളുടെയും ലക്ഷണമാകാം. നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്മു മോഹൻ, സ്പെഷ്യലിസ്റ്റ് ഇൻ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, BMS തൊടുപുഴ. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാനും മാർഗനിർദ്ദേശങ്ങൾക്കുമായി നമ്മോടൊപ്പം ഇന്നുള്ളത് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ മീന സോമനാണ്. വെൽക്കം മാം. നമസ്കാരം. സ്ത്രീകളിൽ സാധാരണമായി മാസമുറ നിൽക്കുന്നതിനെയാണല്ലോ നാം ആർത്തവ വിരാമം, അതായത് മെനോപോസ് എന്ന് വിളിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് 50കളിലാണ്. അതിന് തൊട്ടു മുമ്പുള്ള കാലഘട്ടം, അതായത് 40നും 50നും ഇടയ്ക്കുള്ള കാലഘട്ടത്തെ നാം പെരിമെനോപോസ് എന്നല്ലേ വിളിക്കുന്നത്. ഈ പെരിമെനോപോസ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സമയത്ത് ചിലർക്ക് അമിത രക്തസ്രാവം ഉണ്ടാകാം, ചിലരിൽ ക്രമം തെറ്റി വരാം, ചിലർക്ക് മാസക്രമം വന്നില്ലെന്ന് വരെ വരാം, മറ്റു ചിലരിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ബ്ലീഡിങ് കാണാം. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നോർമലാണ്, അല്ലെങ്കിൽ ആർത്തവ വിരാമം സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണെന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയരുത്. ഇതിന് കാരണമായി പല ഡിസീസ് കണ്ടീഷനും ഉണ്ടാകാം. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സ എടുക്കേണ്ടതുണ്ട്. 40 വയസ്സിന് മുകളിലുള്ളവരാണ് നമ്മുടെ OP-യിലെത്തുന്ന ഒരു മജോറിറ്റി സ്ത്രീകൾ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമായിട്ട് തന്നെയായിരിക്കും അവർ വരികയും ചെയ്യുന്നത്. ഇവരിൽ എന്തൊക്കെ രോഗങ്ങളുടെ ലക്ഷണമായിട്ടായിരിക്കാം മാഡം ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടാവുക? നാം ദിവസവും കാണുന്നതാണ് ഇങ്ങനെയുള്ള ബ്ലീഡിങ്ങുമായിട്ട് വരുന്നവരിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഫൈബ്രോയിഡ്സ് ആണ്. ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിലുണ്ടാകുന്ന കട്ടിമുഴകൾ. ഇത് പലയിടത്തുണ്ടാകാം. ഗർഭാശയത്തിൻ്റെ പുറത്തുണ്ടാകാം, അകത്തുണ്ടാകാം, ഗർഭാശയ ഭിത്തിക്കുള്ളിലുണ്ടാകും. പിന്നെ വരുന്നതാണ് അഡിനോമയോസിസ് എന്ന് വിളിക്കുന്നത്. അത് ഗർഭാശയ ഭിത്തിക്ക് കട്ടിവെക്കുന്നതാണല്ലോ. അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ലക്ഷണം അമിതമായ വേദന മാസമുറ സമയങ്ങളിൽ, പിന്നെ അതിൻ്റെ കൂടെ അമിതമായ രക്തസ്രാവവും. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള ലൈനിങ്, അതാണ് എൻഡോമെട്രിയം, അതിന് ഹോർമോണൽ അസന്തുലിതാവസ്ഥ മൂലം അതിൻ്റെ കട്ടി കൂടാം. അതിനെ നമ്മൾ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്ന് വിളിക്കും. ഈ കട്ടി കൂടി ചിലപ്പോൾ അത് പോളിപ്പായി മാറും, അതായത് ദശവളർച്ചയായി മാറും. ഇത് രണ്ടും മാസമുറ ക്രമം തെറ്റുന്നതിന് കാരണമാണ്. എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയയും എൻഡോമെട്രിയൽ പോളിപ്പുകളും. പിന്നെ ചിലപ്പോൾ ക്യാൻസറുകൾ തന്നെ ഈ മാസമുറ ക്രമക്കേടിന് കാരണമായേക്കാം. ഉദാഹരണത്തിന് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയഗള ക്യാൻസർ, അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസർ. ഗർഭപാത്രത്തിലെ ക്യാൻസർ ആരംഭിക്കുന്ന എൻഡോമെട്രിയത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെയും തുടക്കം ക്രമം തെറ്റിയ മാസമുറയായിട്ട് വരാം. ഇത്തരത്തിൽ നമ്മളെ സമീപിക്കുന്ന ഒരു രോഗിക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് വേണം നമ്മൾ നിർദ്ദേശിക്കേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതെല്ലാം നോർമലായിട്ടും മാസമുറ നിൽക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളാണെന്ന് കരുതി വീട്ടിലിരിക്കാതിരിക്കുക. കഴിവതും നേരത്തെ വിദഗ്ധമായ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് തൻ്റെ മാസമുറ ക്രമക്കേടുകൾ നോർമലല്ല, അതിനൊരു കാരണമുണ്ട് അല്ലെങ്കിൽ കാരണമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തുകയാണ്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രക്തപരിശോധനകളും പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരു അൾട്രാസൗണ്ട് സ്കാനാണ്. പെൽവിസ്, അതായത് ഗർഭപാത്രം ഇരിക്കുന്ന ഭാഗം, പെൽവിക് സ്കാന്. ഈ സ്കാനിലൂടെ തന്നെ ഡോക്ടർക്ക് ഒരു 90% കാര്യങ്ങൾ വ്യക്തമാകും. എന്തെങ്കിലും ഹോർമോണൽ അസന്തുലിതാവസ്ഥ കൊണ്ട് മാത്രമുള്ള ബ്ലീഡിംഗ് ആണോ, അതോ ഇതിന് ഫൈബ്രോയിഡ് ആണോ, അഡിനോമയോസിസ് ആണോ, അതോ ഇനി ക്യാൻസർ ആണോ എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ക്യാൻസർ ആണെന്ന് സംശയിച്ചാൽ അടുത്ത പടിയായിട്ട് 2 ക്യാൻസറാണല്ലോ ഞാൻ പറഞ്ഞത്, സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയഗള ക്യാൻസറും എൻഡോമെട്രിയൽ ക്യാൻസർ ഓർ യൂട്രൈൻ ക്യാൻസർ, ഗർഭപാത്ര ക്യാൻസർ. അപ്പോൾ സെർവൈക്കൽ ക്യാൻസറാണ് ഡോക്ടർ സംശയിക്കുന്നതെങ്കിൽ പാപ്സ്മിയർ ടെസ്റ്റിൻ്റെയും സെർവൈക്കൽ ബയോപ്സിയുടെയും ആവശ്യകതയുണ്ട്.
ഇനി അതല്ല മറിച്ച് ഗർഭാശയ ക്യാൻസറാണ് സംശയിക്കുന്നതെങ്കിൽ, അതല്ല ഗർഭാശയത്തിലെ ഹൈപ്പർപ്ലേസിയ, എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയാണ് സംശയിക്കുന്നതെങ്കിൽ DNC ചെയ്ത് എൻഡോമെട്രിയൽ ബയോപ്സി നടത്തേണ്ടതുണ്ട്. DNC എന്ന ഓമന പേരിൽ നമ്മുടെ പേഷ്യൻസിന് എല്ലാം അറിയാവുന്ന ഒന്നാണ് എൻഡോമെട്രിയൽ ബയോപ്സി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ബ്ലീഡിംഗ് ആയി വരുന്ന രോഗികൾക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു ടെസ്റ്റുമാണ് DNC. പക്ഷെ പലപ്പോഴും പേഷ്യൻസ് ഇത് ചെയ്യണോ ഡോക്ടറെ, മരുന്ന് കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയോ, അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുമ്പോൾ തന്നെ അവരൊരു സെക്കൻഡ് ഒപ്പീനിയന് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. DNC എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും രോഗികൾക്ക് അത്ര അറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പ്രതികരിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. DNC പറ്റി ഒന്ന് ചുരുക്കി പറയാമോ മാഡം? DNC എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് എൻഡോമെട്രിയത്തിൽ നിന്ന് ഒരു ബയോപ്സി എടുക്കുക, അത്രയേ ഉള്ളൂ. അത് വളരെ ലളിതമായ ഒരു പരിശോധനയാണ്. അത് ചികിത്സാ മാർഗമല്ല, ലളിതമായ ഒരു പരിശോധനയാണ്. ഇത് നമുക്ക് പല പ്രകാരത്തിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് മരപ്പിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് അനസ്തീഷ്യ കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇപ്പം വേദന അറിയാതെ എൻഡോമെട്രിയൽ ബയോപ്സി അല്ലെങ്കിൽ DNC ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങളുണ്ട്. ഇതിനാണ് പിപ്പല്ലി ആസ്പിറേഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാം. അതല്ലെങ്കിൽ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഗർഭപാത്രം ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതിനാണ് പണ്ട് മുതലേ നമ്മൾ പറയുന്നത് DNC അല്ലെങ്കിൽ ഗർഭപാത്രം ക്ലീൻ ചെയ്ത് ആ കിട്ടുന്ന എൻഡോമെട്രി, അഴുക്കെന്ന് പറയുന്ന എൻഡോമെട്രിയാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ പരിശോധനയ്ക്ക് അയക്കും. ഇതിൽ ഹോർമോണൽ വ്യതിയാനം കൊണ്ടുള്ള തിക്നെസ് കൂടുതലാണോ അതോ ക്യാൻസറുകളുടെ ആരംഭമാണോ? ഇനി ക്യാൻസറുകളാണെങ്കിൽ ആരംഭത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു, ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഭേദപ്പെടുത്താൻ പറ്റും. 40 വയസ്സിന് മുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് മാഡത്തിന് നൽകാനുള്ള മെസ്സേജ് എന്താണ്? അത് ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ഇരിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അതിനെന്തെങ്കിലും ഇങ്ങനെ ഇതുമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആണോ അല്ലയോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണ്ണമായും ക്യാൻസർ പോലും പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും. ഗർഭപാത്ര ക്യാൻസർ, അതായത് യൂട്രൈൻ ക്യാൻസറുകൾ നേരത്തെ കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് വളരെ സുഗമമാണ്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായി വിദഗ്ധ നിർദ്ദേശങ്ങളും ചികിത്സയുമായി BMSലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും സുസജ്ജമാണ്. വി ആർ ഓൾവേസ് ദെയർ ഫോർ യു. താങ്ക് യു.